സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഒരു വീഡിയോ കഴിഞ്ഞ് ഇത്ര നേരത്തെ ഞാൻ ആദ്യമായിട്ടായിരിക്കും. സോ ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ട വീഡിയോയും ഈ വീഡിയോയും ഷൂട്ട് ചെയ്ത് ഒറ്റ ദിവസമാണ്. അതിൻ്റെ ഉടുപ്പ് പോലും ഞാൻ മാറ്റിയിട്ടില്ല. സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വന്നത് ആടുജീവിതത്തിൻ്റെ റിവ്യൂ ആയിട്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ടുള്ളത് ഗോഡ്സില്ല എക്സ് കോങ് ദ ന്യൂ എംപയറിൻ്റെ റിവ്യൂ ആയിട്ടാണ്. റിവ്യൂ അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞേക്കെ ഇതെൻ്റെ ഒപ്പീനിയനാണ്. പലർക്കും പല ഒപ്പീനിയൻ ആയിരിക്കും. വീഡിയോയിലേക്ക് പോകാം. ഗോഡ്സില്ല എക്സ് കോങ് ദ ന്യൂ എംപയർ എന്ന് പറഞ്ഞാൽ പ്രായപരിധി ഇല്ലാതെ നമുക്ക് ആർക്ക് വേണോ കയറി കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. കാരണം ഇതിൽ എന്താ പറയുക, വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വിഷ്വൽസ് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയുക, മൊത്തം ഫൈറ്റാണ്. ആദ്യം തൊട്ട് അവസാനം വരെയും ഫൈറ്റാണ്. പിന്നെ ഹ്യൂമൻസ് എലമെൻറ്റ്സ് കുറവാണ്. പിന്നെ ഹ്യൂമൻ എലമെൻറ്റ്സ് വന്ന ഭാഗത്തൊക്കെ കുറച്ച് ലാഗ് പിടിച്ച് ഇരിപ്പുണ്ടായിരുന്നു. ഇതുവരെ ഇറങ്ങിയ മോൺസ്റ്റർവേഴ്സ് സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് ഗോഡ്സില്ല എക്സ് കോങ്. കാരണം ഒരുപാട് ഫൈറ്റ് എലമെൻറ്റ്സ് ഇതിനകത്ത് മോൺസ്റ്റേഴ്സിനെയാണ് കൂടുതൽ കാണിക്കുന്നത്, അല്ലാതെ ഹ്യൂമൻസൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻസ് കുറവായതുകൊണ്ട് തന്നെ ലാഗ് ഇച്ചിരി കുറവുണ്ട്. ഇതിനകത്ത് ഫുൾ ഫൈറ്റാണ്, പൊരിഞ്ഞ അടിയാണ് ഇതിനകത്ത്. അതായത് നമ്മളെ ഈ മറ്റേ അവഞ്ചേഴ്സിലെ സീനൊക്കെ ഉണ്ട്, ഇങ്ങനെ പറന്നു വന്ന് രണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ പറന്നു വന്നടിക്കുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. ഇതിൽ ഗോഡ്സില്ല എക്സ് കോങ് ആണ്, ഗോഡ്സില്ല വേഴ്സസ് കോങ് അല്ല. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ക്ലാഷ് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇവർ തമ്മിൽ ക്ലാഷ് ഉണ്ട്. എന്താ പറയുക, മറ്റേ കാലുവാരി തൂക്കി തറയടിക്കും എന്നൊക്കെ പറയൂലേ, അതൊക്കെ നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. എന്തൊക്കെയായാലും വളരെ മികച്ചൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു ഫിലിം, അതായത് ഗോഡ്സില്ല എക്സ് കോങ്. പിന്നെ ഷിമു എന്ന് പറയുന്നൊരു പുതിയൊരു വില്ലനെ കൂടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. പിന്നെ ഇതിൽ തന്നെ ഇനി ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് ഇനി ഒരുപാട് ഇറങ്ങാറുണ്ട്, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ നമുക്ക് അടുത്ത ഫിലിമോട് കൂടി എല്ലാം ഉത്തരങ്ങളും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. സോ ഈ ഫിലിമിന് എനിക്ക് ഒരു 10 റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാനൊരു 8.5 അല്ലെങ്കിൽ 9 ഇതിനുള്ള കൊടുക്കും. മിക്കവാറും 8.5 ആയിരിക്കും. ചെറിയ പോരായ്മകളുണ്ട് നമുക്ക്. ചിലയിടത്തൊക്കെ ഈ ഒരു VFXന് ചെറിയ പ്രശ്നങ്ങൾ വന്ന പോലെ ഒരു ആനിമേഷൻ രീതി അതുപോലെയൊക്കെ എനിക്ക് തോന്നി. എന്നാലും അവരെ മാക്സിമം അവർ ശ്രമിച്ചിട്ടുണ്ട്, ഒരു പരിധി വരെ അത് വിജയിച്ചിട്ടുണ്ട്. ഈ ഫിലിമിന് എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫിലിം വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. കുട്ടികളെയും ഫ്രണ്ട്സിനെയും ഫാമിലിയായിട്ടൊക്കെ പോയി കാണാൻ പറ്റിയ ഒരു അടിപൊളി സിനിമയാണ്. ഫുൾ ഫൈറ്റാണ്, ബോറടിക്കൂല. 2 മണിക്കൂർ പോകണം തന്നെ ആരും അറിയില്ല. സോ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ, കുഴപ്പമില്ല. പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വെറൈറ്റി കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോസ് ഒന്നും നിങ്ങൾ കാണില്ല. സോ ബൈ.